BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പലതവണ KCBയിലേക്ക് വിളിച്ചറിയിച്ചുവെങ്കിലും മാറ്റിയില്ല. ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധം. നീരാട് ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധം. ഇന്നലെയാണ് പൊട്ടിയ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് നീരാട് സ്വദേശി മുഹമ്മദ് ഷാ മരിച്ചത്. സ്ഥലത്ത് വൈദ്യുതി ലൈൻ പൊട്ടി വീണ വിവരം പലതവണ KCBയിലേക്ക് വിളിച്ചറിയിച്ചുവെങ്കിലും നടപടിയെടുക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നാരോപിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നും അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാർ KCB ഓഫീസിന്റെ അകത്തേക്ക് പ്രവേശിച്ചുവെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കി. കടമനിട്ട സ്കൂൾ വളപ്പിലെ കെട്ടിട ഭാഗങ്ങൾ തകർന്നു. പൊളിഞ്ഞു വീണത് 2 വർഷമായി ഉപയോഗിക്കാത്ത കെട്ടിടം. കടമനിട്ട സ്കൂൾ വളപ്പിലെ പഴയ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണു. കടമനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിട ഭാഗങ്ങളാണ് തകർന്നത്. 2 വർഷമായി ഈ കെട്ടിട ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ഇന്നലെ രാത്രിയാണ് സംഭവം. അച്ഛനെ അറിയിക്കാതെ മകളുമായി കടന്നു. റഷ്യൻ വനിതയെ കണ്ടെത്തണമെന്ന് സുപ്രീം കോടതി. ഇരുവരും റഷ്യൻ എംബസിക്കുള്ളിൽ. കുട്ടിയുടെ അച്ഛനെ അറിയിക്കാതെ മകളുമായി കടന്ന റഷ്യൻ വനിതയെ കണ്ടെത്തുവാനും കുട്ടിയെ ഇന്ത്യൻ പൌരനായ അച്ഛനൊപ്പം വിടുവാനും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ആൺ സുഹൃത്തായ റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ റഷ്യൻ എംബസിക്കുള്ളിലാണ് വനിത എന്ന ഹർജിക്കാരന്റെ പരാതിക്കിടെയാണ് ഇത്. അവർ ഇന്ത്യ വിടുന്നില്ലെന്ന് ഉറപ്പാക്കുവാനും ആവശ്യമെങ്കിൽ പാസ്പോർട്ട് കണ്ടുകെട്ടുവാനും തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിക്കുവാനും നിർദ്ദേശിച്ചു. കുട്ടിയുടെ സംരക്ഷണം ഇരുവർക്കും ഊഴമനുസരിച്ചായിരുന്നു. ഈ മാസം 7-ന് ശേഷം കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞാണ് അച്ഛൻ കോടതിയെ സമീപിച്ചത്. അന്തേവാസിയായ യുവതി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണി. അനാഥാലയ നടത്തിപ്പുകാരിയുടെ മകനെതിരെ പോക്സോ കേസ്. അനാഥാലയവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയുടെ മകനെ പ്രതി ചേർത്തു. അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് അടൂർ പോലീസ് കഴിഞ്ഞ മാസം പോക്സോ കേസെടുത്തിരുന്നത്. അന്ന് ഈ കേസിൽ ആരെയും പ്രതി ചേർത്തിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് അനാഥാലയ നടത്തിപ്പുകാരിയുടെ മകനെ പ്രതി ചേർത്തത്. നടത്തിപ്പുകാരിയുടെ മകൻ യുവതിയെ വിവാഹം കഴിച്ച് 8-ാം മാസമാണ് പ്രസവിച്ചത്. യുവതി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായിരുന്നുവെന്ന് CWCയുടെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു അടൂർ പോലീസ് പോക്സോ കേസെടുത്തിരുന്നത്. ഇതുകൂടാതെ അന്തേവാസിയായ മറ്റൊരു പെൺകുട്ടിയെ മുറ്റം വൃത്തിയാക്കിയില്ലെന്ന പേരിൽ മർദ്ദിച്ച പരാതിയിൽ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിക്കെതിരെയും കേസെടുത്തു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. TVKയുടെ കൊടി മോഷണം. നടൻ വിജയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. തമിഴക വെട്രി കഴകത്തിന്റെ കൊടിയിൽ ചുവപ്പ് മഞ്ഞ നിറങ്ങളുടെ ശ്രേണി ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി പാർട്ടി അധ്യക്ഷൻ വിജയ്ക്ക് നോട്ടീസ് അയച്ചു. കൊടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ മോഷണമാണെന്നാരോപിച്ച് സ്വതന്ത്ര സംഘടനയായ തൊണ്ടൈ മണ്ഡല സാൻഡ്രൂർ ധർമ്മ പരിപാലന സഭയാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. പഹൽഗാം ആക്രമണം. TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച US. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ലഷ്കർ-ഇ-തൊയ്ബയുമായി ബന്ധമുള്ള സംഘടനയായാണ് TRF അറിയപ്പെടുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നടന്ന വലിയ ആക്രമണമാണ് പഹൽഗാമിലേതെന്നും ഇന്ത്യൻ സൈന്യത്തിന് നേരെ നടത്തിയ പല ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തിട്ടുണ്ടെന്നും USന്റെ പ്രസ്താവനയിൽ പറയുന്നു. ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും ഭീകരവാദത്തെ ചെറുക്കുവാനും പഹൽഗാം ആക്രമണത്തിന് നീതി നടപ്പാക്കുവാനും ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണ് നടപടികളെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. 24 കാരറ്റ് സ്വർണത്തിൽ പിറക്കുന്ന രേഖാചിത്രം. 20 വർഷത്തിന്റെ പുതുമയിൽ ദുബായിലെ മലയാളി ടീച്ചറിന്റെ പല കൈപ്പടം. ദുബായ് ഖിസൈസിലെ ഫ്ളാറ്റിലിരുന്ന് പുതിയ ചിത്രത്തിന് ജീവൻ പകരുകയാണ് ഇംഗ്ലീഷ് അധ്യാപികയായ രേഖ മോഹൻദാസ്. വിലയേറിയ മുത്തുകളും കല്ലുകളും ഉൾപ്പെടെയുള്ള അലങ്കാരങ്ങൾക്കൊപ്പം 24 കാരറ്റ് സ്വർണത്തിൽ പിറവികൊള്ളുന്ന തഞ്ചാവൂർ ചിത്രങ്ങൾ രേഖയുടെ വീടിന്റെ ചുമരിൽ. 20 വർഷം മുൻപ് ചെയ്ത തഞ്ചാവൂർ ചിത്രത്തിൽ ഇപ്പോഴും പുതുമ മായാതെ പുഞ്ചിരിക്കുന്നുണ്ട് കൃഷ്ണനും രാധയും.
ലേബർ ക്യാമ്പുകളിൽ ഭക്ഷണ പൊതികളുമായി മലയാളി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദൈവദാസൻ മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തയുടെ 72ാമത് വാർഷിക ദിനത്തിൽ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ലേബർ ക്യാമ്പുകളിൽ ഭക്ഷണ പൊതികളുമായി സിജു പന്തളം എത്തി. യുഎയിലെ സാമൂഹിക പ്രവർത്തകനും മലങ്കര കത്തോലിക്ക സഭയുടെ മാവേലിക്കര രൂപത അംഗവുമാണ് സിജു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.